നമസ്കാരം. വഴിതെറ്റിപ്പോയ ആടുകളെ തേടിയിറങ്ങിയ ഒരു നല്ലിടയന്റെ പച്ചയായ ജീവിതാവിഷ്കാരമാണിത്. മതവിരുദ്ധ തരംഗം ആർത്തിരമ്പിയ കാലഘട്ടത്തിൽ കുംഭസാരക്കൂടിനെ സാക്ഷി നിർത്തി വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായി മാറിയ ഒരു വിശുദ്ധാത്മാവിന്റെ ജീവിതകഥ സഹൃദയ സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്നു. ദ പ്രീസ്റ്റ്. വിശുദ്ധിയുടെ കൽപ്പടവുകൾ താണ്ടിയ വിയാനി ജോൺ വിയാനി, വഴിതെറ്റിപ്പോയ മേശക്കൂട്ടത്തെ കുംഭസാരക്കൂട്ടിലൂടെ നേടിയെടുത്ത വിയാനി, വിയാനി ജോൺ വിയാനി, വിയാനി ജോൺ വിയാനി. ആരോ കതകിൻ പാളിയിൽ മുട്ടുന്നു. യെസ്, കമിൻ. അകത്തു നിന്നും പ്രതിസ്വരം. ആഗതൻ ഭവ്യതയോടെ അകത്ത് കടക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ബി സീറ്റഡ്. എന്താ ജോൺ മുഖം വല്ലാതെ ഇരിക്കുന്നത്? യു ആർ ലുക്കിംഗ് സോ സാഡ്. വാട്ട് ഹാപ്പൻ? ഫാദർ, ഞാൻ സ്പിരിച്വൽ കോൺഫറൻസിനായി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച? യെസ് ഫാദർ, കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ബട്ട് യു മേ പ്രൊസീഡ് ജോൺ. ഫാദർ, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരേയൊരു പെങ്ങളുടെ വിവാഹകാര്യം? ഓ ഓ യെസ്, നെക്സ്റ്റ് വീക്ക് അല്ലേ? അതെ ഫാദർ. ഷീ ഈസ് മൈ ഓൺലി സിസ്റ്റർ ആൻഡ് ഐ ലവ് ഹെർ സോ മച്ച്. പക്ഷേ റെക്ടറച്ചൻ പറഞ്ഞു അന്ന് രാവിലെ പോയാൽ മതിയെന്ന്. യെസ് ജോൺ, നീ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുരോഹിതനാകാനാണ്. ഇവിടെ കുറെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കുമെല്ലാം അപ്പുറമാണ് പൗരോഹിത്യം. ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചാൽ ഐഹിക സുഖങ്ങൾ വെടിയണം. ദൈവസന്നിധിയിൽ കേന്ദ്രീകൃതമാകണം ജീവിതം. നീ ചാപ്പലിൽ കയറി മനസ്സിന്റെ വ്യാകുലതകളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കൂ. എല്ലാം അറിയുന്നവൻ ഒരു വഴി കാണിച്ചു തരും. ചാപ്പലിൽ കയറിയ ജോൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ ക്രൂശിത രൂപത്തിന് മുൻപിൽ കമിഴ്ന്നു വീണു. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുവാൻ കനിവുള്ളോനല്ലയോ ദൈവം. ആ ദൈവത്തിൻ കാൽത്താരിങ്കൽ സമർപ്പിക്കണം എല്ലാം. മനസ്സിന്റെ ഭാരനിമിത്തം ജോൺ ഏതോ മയക്കത്തിലേക്ക് ആണ്ടുപോയി. അതിനിടയിൽ എപ്പോഴോ സൂര്യപ്രഭാമയായ ഒരു സ്ത്രീ ജോണിനെ തലോടി വിളിച്ചു. തന്റെ കൈകളിലിരുന്ന തിളങ്ങുന്ന ജപമാല ആ സ്ത്രീരത്നം ജോണിന് നൽകി. എന്നിട്ട് അവന്റെ കാതുകളിൽ മന്ത്രിച്ചു. പരിശുദ്ധ മാതാവ് ദർശനം കൊടുത്ത് അനുഗ്രഹിച്ച ആ മഹാവിശുദ്ധനാണ് പിൽക്കാലത്ത് വികാരിമാരുടെ വികാരിയായി മാറിയ വിശുദ്ധ ജോൺ മരിയ വിയാനി. അതാ നോക്കൂ, വിശുദ്ധ ജന്മങ്ങളുടെ തപോനിലമായ ഫ്രാൻസിലെ ഡാർഡലി എന്ന പ്രകൃതി രമണീയമായ ഗ്രാമം. കൃഷിയിടങ്ങളാൽ സമ്പന്നമാണവിടം. ഗോതമ്പ് വയലുകൾ, കരിമ്പിൻ തോട്ടങ്ങൾ, കാലികൾ മേയുന്ന പുൽമൈതാനം. നോക്കൂ, എത്ര സുന്ദരമാണവിടം. കളകളം ഒഴുകിടും കുളിരിടും അരുവികൾ, കിലുകിലും പാടിടും കുരുവിതൻ കുരവകൾ. ആഹാ, പുൽമേടുകളിൽ പാറി നടക്കും പൂമ്പാറ്റകളുടെ ഗ്രാമം. കുന്നിൻ മുകളിൽ സൂര്യനുദിക്കും മഞ്ഞിൽ പൂക്കണി ഗ്രാമം. ദൈവത്തിന്റെ കയ്യൊപ്പ് വീണ ഈ സുന്ദര ഗ്രാമത്തിൽ 1786 മെയ് 8-ാം തീയതിയിലെ അർദ്ധരാത്രിയിൽ അവിടുത്തെ ഒരു മാതൃകാ കത്തോലിക്ക കുടുംബത്തിൽ മാത്യു വിയാനിയുടെയും മരിയ ബലൂസായുടെയും ഓമന പുത്രനായി ജനിച്ച കുഞ്ഞാണ് ജോൺ മരിയ വിയാനി. കാലം കറങ്ങി നീങ്ങുന്നതനുസരിച്ച് ജോണും വളർന്നു വന്നു. അമ്മയുടെ വിശ്വാസ തീഷ്ണതയുടെ തണലിൽ വളർന്ന ജോൺ ആധ്യാത്മികതയിലും ജീവിത വിശുദ്ധിയിലും ഉന്നത ശ്രേണിയിലെത്തി. പ്രായമായ തന്റെ പിതാവിനോടൊപ്പം പാടത്ത് പണിയെടുത്തും സഹായിച്ചും ഒഴിവു സമയങ്ങളിൽ കന്നുകാലികളെ മേച്ചുമെല്ലാം ജോൺ തന്റെ ജീവിതം ദൈവേഷ്ട പ്രകാരമാക്കി മാറ്റി. പരിശുദ്ധ കന്യകാ മറിയത്തോടായിരുന്നു ജോണിന്റെ പാട്ടും പ്രാർത്ഥനയും എല്ലാം. അമ്മേ 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 അമലോത്ഭവയാമമ്മേ
എന്നേക്കെപ്പോഴോ ഒരു വൈദികനാകാനുള്ള മോഹം ജോണിനെ കീഴ്പ്പെടുത്തി. യേശുനാഥന്റെ കുരിശിന്റെ മറുവശത്ത് മറ്റൊരു ക്രിസ്തുവായി ക്രൂസിലേറുവാൻ ജോൺ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഈ സംഭവമാണ് കഥാരംഭത്തിൽ നാം കണ്ടത്. ആഴ്സിൽ തനിക്ക് നേരെ ആകാശത്തോളം ഉയർന്നു വന്ന പ്രതിസന്ധികളിൽ തളരാതെ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച പ്രതിബന്ധങ്ങളുടെ കടമ്പകളിൽ തകരാതെ, അന്ന് ഗ്രനോവിയിലെ ആ സെമിനാരി ചാപ്പലിൽ വെച്ച് ജോൺ വിയാനി ഒരു പുരോഹിതനായി, ദൈവത്തിന്റെ അഭിഷിക്തനായി. ഇതാ ഇതാ ഒരു വൈദികൻ മണ്ണിന്റെ മക്കളെ തേടി, ദൈവം കാണിച്ച വീതിയിലൂടെ വന്നു നവവൈദികൻ. നാളുകൾ നീങ്ങവേ ആധ്യാത്മികമായ ഒരു മാറ്റത്തിന്റെ ശൃംഖല തന്നെ ആഴ്സിൽ വന്നു ചേർന്നു. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ജോണച്ചൻ നേടിയെടുത്തിയ ആത്മീയത ഫ്രാൻസിന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കുകയായിരുന്നു. ദൈവസ്നേഹം തുടച്ചു മാറ്റപ്പെട്ട ആഴ്സിൽ ദൈവം വിയാനിയച്ചനിലൂടെ ഇറങ്ങി വന്നു. മദ്യവും മദിരാക്ഷിയും പാട്ടും നൃത്തവും വേശ്യാവൃത്തിയുമായി കഴിഞ്ഞിരുന്ന ആഴ്സിന്റെ അധപതനത്തിൽ നിന്നും കുമ്പസാരക്കൂടിനെ മധ്യസ്ഥനാക്കി നിർത്തി 15 വർഷത്തോളം നിരന്തരമായി പടവെട്ടി വിജയിച്ചത് അന്ന് ആ ചാപ്പലിൽ വെച്ച് പരിശുദ്ധ അമ്മ കൊടുത്ത ആ തിളങ്ങുന്ന ആ ജപമാല കൊണ്ടായിരുന്നു. ദിവസവും 18 മണിക്കൂർ വരെ കുമ്പസാരക്കൂടിന്റെ വിശദമായ കമ്പിവലയ്ക്കുള്ളിലിരുന്ന് ആത്മാക്കളെ നേടുകയായിരുന്നു വിയാനിയച്ചൻ. 20 വർഷങ്ങൾക്കിടയിൽ 20 ലക്ഷത്തിലധികം പാപികൾ ആ കുമ്പസാരക്കൂടിന്റെ വിശദമായ കമ്പിവലയ്ക്കുള്ളിൽ നിന്ന് പാപമോചനം നേടി ദൈവത്തെ കണ്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. കുമ്പസാരക്കൂടിന്റെ കമ്പിവലയ്ക്കുള്ളിലൂടെ എത്ര എത്ര ആത്മാക്കളെ നേടി, ഉപവാസം പ്രാർത്ഥനയാൽ വിയാനിയച്ചൻ നേടി. ഇതിനിടയിൽ ആഴ്സിൽ അപ്രതീക്ഷിതങ്ങളായ പല മാറ്റങ്ങളും സംഭവിച്ചു. വിശുദ്ധിയിൽ ജീവിക്കുന്ന പലരെയും പലതും പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത ചിലയിടങ്ങളിലെല്ലാം നാം കണ്ടിട്ടില്ലേ? നന്മ ചെയ്ത് ജീവിക്കുന്ന പലരെയും പലതും പറഞ്ഞ് അവർ മോശക്കാരായി കാണുകയും ദ്രോഹിക്കുകയും ചെയ്യും. ആഴ്സിൽ അന്ന് നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും അച്ഛൻ നിശിതമായി എതിർക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. അത്തരത്തിലൊന്നായിരുന്നു അവിടുത്തെ വസ്ത്രധാരണ രീതി. ശിരോവസ്ത്രം ധരിക്കാതെ മേനി കാട്ടി നടക്കുന്ന അമ്മമാരും മക്കളും കേൾക്കണം. അടക്കമില്ലാത്ത വസ്ത്രം ധരിക്കുന്ന നിങ്ങളെല്ലാം ചെകുത്താന്റെ പണിപ്പൂര ഓർക്കണം. വിയാനിയച്ചന്റെ ഈ തുറന്ന ചിന്ത നൂറുകണക്കിന് എതിരാളികളെ സൃഷ്ടിക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. ഒരു ദിവസം പതിവിന് വിപരീതമായി അച്ഛന്റെ മുറിക്ക് മുൻപിൽ ഒരാൾക്കൂട്ടം. അച്ഛൻ മുറി തുറന്ന് പുറത്തേക്ക് വന്നു. എന്താ മക്കളെ, എന്തു പറ്റി? ഹോഹോ, അത് ശരി, ഇപ്പം വാദി പ്രതിയായില്ലയോ? എന്തിനാ കത്തനാരെ ഈ ലോഹയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നേ? കുപ്പായമൂരി കക്ഷത്ത് വെച്ചോണ്ട് പോയിക്കൂടെ? ദൂരെ മാറി നിന്നൊരു പെൺകുട്ടിയെ പിടിച്ച് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മറ്റൊരാൾ പറഞ്ഞു, ഇവളെ എന്റെ സുഹൃത്തിന്റെ മോളാ. അപ്പൻ മരിച്ചിട്ട് 2-3 വർഷമായി. കല്യാണം കഴിക്കാത്ത ഈ പെങ്കൊച്ചിപ്പോ 2 മാസം ഗർഭിണിയാ. പറയാൻ ലജ്ജ തോന്നുന്നു. അച്ഛനാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അച്ഛൻ എതിർക്കാൻ പറ്റുമോ? ഈ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി ഇല്ലയോ? ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് പോലും. കണ്ടില്ലേ, വല്ലോം മിണ്ടാനുണ്ടോ? വെപ്പാട്ടി വേണമെങ്കിൽ വേറെ പണിയില്ലേ, ഈ പണി എന്തിനാണച്ചാ? പകലൊക്കെ മാന്യൻ, രാത്രിയായാൽ പൂച്ച, പെൺപിള്ളാരുള്ള വീട്ടിൽ അന്തിയുറക്കം. അച്ഛന്റെ തലച്ചോറിനുള്ളിൽ 1000 ഇടിവാൾ ആഞ്ഞു വെട്ടി. അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരുവൾത്താരയിലേക്ക് ഓടി. സക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ മുൻപിൽ വീണ് തല തല്ലി കരഞ്ഞു. ഈശോയെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ദൈവമേ, ഈ നിമിഷം എന്റെ ജീവനെ നീ എടുത്തുകൊള്ളൂ. യാതൊരു കാപട്യവുമില്ലാതെ ഈ മക്കളെ സ്നേഹിച്ചതിന്റെ പ്രായശ്ചിത്തമാണോ? എങ്കിൽ ഞാനിതാ
കൈകളും നീട്ടി സ്വീകരിക്കുന്നു കർത്താവെ. ആഴ്സിനെ കാർന്നു തിന്ന ആഗ്നേയ രോഗത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതാണോ ദൈവമേ ഞാൻ ചെയ്ത തെറ്റ്? മനസ്സാ വാചാ കർമ്മണ ഞാൻ ചെയ്ത അപരാധം എന്താണ് ദൈവമേ? ദൈവമേ നീ എന്നെ കൈവെടിഞ്ഞോ? ദൈവമേ ദൈവമേ നീ എന്നെ കൈവെടിഞ്ഞോ? നിർമ്മലനായിരുന്നെങ്കിലും നിന്നെയും ക്രൂശിൽ തറച്ചില്ലേ? ഇവർ ക്രൂശിൽ തറച്ചില്ലേ? ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും രൂപതാധ്യക്ഷനും മേലധികാരികളും കുലുങ്ങിയില്ല. അവർക്കെല്ലാവർക്കും വിയാനി അച്ഛനിലും അച്ഛന്റെ വിശുദ്ധിയിലും അത്രയ്ക്കുറച്ച വിശ്വാസമായിരുന്നു. അവർക്കറിയാമായിരുന്നു വിയാനി അച്ഛൻ തികച്ചും വിശുദ്ധനായ ഒരു വൈദികനാണെന്ന്. താനേറ്റ മുറിവുകൾക്കും ആരോപണങ്ങൾക്കും കുടില തന്ത്രങ്ങൾക്കും നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തിക്കായി അദ്ദേഹം ക്രൂശിൽ കിടക്കുന്ന തന്റെ ദിവ്യനാഥനോട് ഊണുമുറക്കവും ഉപേക്ഷിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുടിലതയും വക്രതയും അകലണമേ അകലണമേ, കുരിശിന്മേൽ പിടിച്ചു നിൽക്ക ശക്തി നീ കരുളണമേ. ദിവസങ്ങൾ കൊഴിഞ്ഞുപോകെ അന്നൊരു സന്ധ്യാനേരം. സന്ധ്യാമണിയടിച്ച് അച്ഛൻ പ്രാർത്ഥനയ്ക്കായി തിരിയുമ്പോൾ പിറകിൽ നിന്നൊരു കാൽപരിമാറ്റം. സൂക്ഷിച്ചു നോക്കി ആരോ ഒരാൾ തേങ്ങി കരയുകയാണ്. അച്ഛൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അന്ന് താൻ 2 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞ് അച്ഛന്റെ മേൽ അത് സ്ഥാപിക്കാൻ വന്ന ആ പെൺകുട്ടിയാ. അവൾ തന്റെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അച്ഛന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. ക്ഷമിക്കുകയില്ലേ, പൊറുക്കുകയില്ലേ, എന്നപരാധം പൊറുക്കുകയില്ലേ. മാപ്പ് വിയാനി അച്ഛ, മാപ്പ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും പകയില്ലാത്ത ആഴ്സിലെ ഒരു പട്ടിണി പാവമാണച്ചാ ഞാൻ. ഒരു ദിവസമെങ്കിലും വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബമാണച്ചാ എന്റേത്. അച്ഛന്റെ പേരിൽ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അത് മറയ്ക്കാൻ അച്ഛൻ അവർക്ക് പണം കൊടുക്കുമെന്നും അതിലൊരു ഓഹരി എനിക്ക് തരാമെന്നും പറഞ്ഞ് അച്ഛന്റെ ശത്രുപക്ഷക്കാർ ആ നീചകൃത്യത്തിന് എന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നച്ചാ. മദ്യവും മദിരാക്ഷിയും മയക്കുമരുന്നും പാട്ടും കൂത്തും മറ്റനാശാസ്യ പ്രവർത്തനങ്ങളുടെ കൂത്തരങ്കായി മാറിയ ആഴ്സിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും അച്ഛനെതിരാണെന്നറിഞ്ഞപ്പോൾ അച്ഛനെ അപമാനത്തിനാക്കാൻ വേണ്ടി അവരെന്നെ കരുവാക്കുവായിരുന്നച്ചാ. അന്നത്തെ ആ ശപിക്കപ്പെട്ട രാത്രിക്ക് ശേഷം ഞാൻ ഇന്നുവരെ ഒന്നും മനസമാധാനമായി ഉറങ്ങിയിട്ടില്ല അച്ഛ. കണ്ണടയ്ക്കുമ്പോഴെല്ലാം എന്റെ കട്ടിലിന് ചുറ്റും പത്തി വിടർത്തി ആടുന്ന സർപ്പങ്ങളുടെ സിൽക്കാര ശബ്ദമാണ്. അത് കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അച്ഛ. എനിക്ക് മാപ്പ് തരൂ അച്ഛ, എനിക്ക് മാപ്പ് തരൂ അച്ഛ. ക്ഷമിക്കുകയില്ലേ, പൊറുക്കുകയില്ലേ, എന്നപരാധം പൊറുക്കുകയില്ലേ. മകളെ, നീ സമാധാനമായി പോയിക്കൊള്ളുക. സർവശക്തനായ ദൈവം നിന്നോടെല്ലാം ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാലം കഴിയവേ അച്ഛനെപ്പറ്റി അപവാദങ്ങളും ദുഷ്പ്രചാരണങ്ങളും നടത്തിയവരെല്ലാം തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അച്ഛനോട് മാപ്പപേക്ഷിച്ചു. ഭക്ഷണവും വിശ്രമവും ഇല്ലാത്ത ജീവിതം കൊണ്ട് അച്ഛൻ പലവിധ രോഗങ്ങൾക്കും അടിമയായി തീർന്നു. രോഗങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം കാർന്ന് തിന്നുമ്പോഴും ആഴ്സിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു വിദ്യാലയമില്ലാത്തതിന്റെ ദുഃഖം അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഴ്സിൽ ഒരു വിദ്യാലയം പണി കഴിപ്പിച്ചു. തെരുവിന്റെ അഴുക്കുചാലുകളിൽ കിടന്ന് തങ്ങളുടെ ശരീരം വിട്ട് ജീവിച്ച
പെൺകുട്ടികളുടെ അനാഥ ബാല്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ദൈവപരിപാലനയുടെ ഭവനം വിയാനിയച്ഛന്റെ സംഭാവനയായി ഇന്നും അവിടെ ഉയർന്നു നിൽക്കുന്നു. ഇരുണ്ട ചെളിയിൽ വീണു കിടന്ന ആഴ്സിൽ വന്ന മാറ്റം വാർത്തയായി വാർത്തയായി എങ്ങും എവിടെയും ചർച്ചയായി. ഈ കാലത്തിനിടയിൽ അച്ഛന്റെ ഖ്യാതി ആഴ്സിലെങ്ങും കത്തിക്കയറി. അന്ധരും ബധിരരും തളർവാദ രോഗികളും പിശാച ബാധിതരും ക്ഷയരോഗ ബാധിതരും തുടങ്ങി നൂറുകണക്കിന് ആളുകൾ അച്ഛന്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും സുഖപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. വിയാനിയച്ഛൻ തന്റെ വിരിച്ചു പിടിച്ച കൈത്തലം അവരുടെ ശിരസിന്മേൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അത്രമേൽ ശക്തിയായിരുന്നു. കുമ്പസാര കൂടിനുള്ളിൽ 2 തവണ രോഗം മൂർച്ഛിച്ച് വീണുവെങ്കിലും അച്ഛൻ പതറിയില്ല. അന്നെല്ലാം ആഴ്സിലെ ജനങ്ങളുടെ ശക്തമായ പ്രാർത്ഥന കൊണ്ട് സുഖമാവുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് അത് സംഭവിച്ചു. കുമ്പസാര കൂട്ടിൽ നിന്നും ബോധരഹിതനായി അച്ഛൻ നിലത്തു വീണു. ജനങ്ങൾ ഓടിക്കൂടി. കൂട്ട നിലവിളി പള്ളിയാകെ പ്രതിധ്വനിച്ചു. വിവരം കാട്ടുതീ പോലെ പടർന്നു. ബിഷപ്പ് തിരുമേനിയും പരിവാരങ്ങളും ഓടിയെത്തി അന്ത്യകൂദാശ കൊടുത്തു. ഇതിനിടയിൽ തികച്ചും ശാന്തനായി അച്ഛൻ പറഞ്ഞു, എന്നെ അയച്ചവൻ തിരികെ വിളിക്കുന്നു. എനിക്ക് പോകാൻ സമയമായി. ആഴ്സിലെ സെന്റ് ഫിലോമിന പള്ളിയുടെ മിനാരത്തിലെ ഉച്ചഭാഷണിയിലൂടെ ബിഷപ്പ് തിരുമേനിയുടെ ഹൃദയഭേദകമായ അറിയിപ്പ് ആഴ്സിലെങ്ങും മാറ്റൊലി കൊണ്ടു. ആഴ്സിലെ പള്ളികളിൽ കൂട്ടമണി മുഴങ്ങി. ആഴ്സിലെങ്ങും കൂട്ട നിലവിളികൾ ഉയർന്നു. പാവങ്ങൾക്ക് വേണ്ടി അച്ഛൻ പണികഴിപ്പിച്ച പള്ളിക്കൂടത്തിൽ നിന്നും തെരുവിന്റെ അഴുക്കുചാലുകളിൽ കിടന്ന് തങ്ങളുടെ ശരീരം വിറ്റ് ജീവിച്ച പാവപ്പെട്ടവർക്ക് വേണ്ടി സ്ഥാപിച്ച അനാഥ ബാല്യങ്ങളുടെ സങ്കേതങ്ങളിൽ നിന്നും രൂപതാധ്യക്ഷന്റെ വാക്കുകൾ ഇടറി വീഴുന്നുണ്ടായിരുന്നു. മൈ ഡിയർ ഫെയ്ത്ത്ഫുൾ, അവർ ബിലോവ്ഡ് പ്രീസ്റ്റ് ഫാദർ ജോൺ വിയാനി ഈസ് നോ മോർ. അങ്ങനെ 1859 ഓഗസ്റ്റ് 4-ാം തീയതി നീണ്ട 73 വർഷത്തെ മഹത്വപൂർണമായ ജീവിതം പൂർത്തിയാക്കി ഈ ഭൂതലത്തിന്റെ പേടകത്തിൽ നിന്നും സ്വർഗസ്ഥനായ പിതാവിന്റെ നിത്യമായ പേടകത്തിലേക്ക് വിശുദ്ധൻ യാത്രയായി. 10,000ങ്ങളുടെ പ്രാർത്ഥനാ മർമ്മരം അപ്പോഴും അവിടെ മാറ്റൊലി കൊള്ളുന്നുണ്ടായിരുന്നു. വികാരിമാരുടെ വികാരിയായി വിശുദ്ധ ജോൺ മരിയ വിയാനിയച്ഛൻ ഇന്നും ലോകം മുഴുവൻ ജീവിക്കുന്നു അമർത്യനായി. വിശുദ്ധിയുടെ കൽപ്പടവുകൾ താണ്ടിയ വിയാനി ജോൺ വിയാനി, വഴി തെറ്റിപ്പോയ മേശക്കൂട്ടത്തെ കുംഭസാര കൂട്ടിലൂടെ നേടിയെടുത്ത വിയാനി, വിയാനി ജോൺ വിയാനി, വിയാനി ജോൺ വിയാനി. ദ പ്രീസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.